ഡിമോസ് ഫർണിച്ചർ, ദി അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്. ആഘോഷിക്കാം ഈ ഓണക്കാലം ഡിമോസിനൊപ്പം. പ്രേക്ഷകരെ, തിരുവോണമൊക്കെ കഴിഞ്ഞു. പക്ഷെ നമുക്ക് ഓണം അങ്ങനെ തീരുന്നില്ല. കാരണം ഒരു തിരുവോണത്തിൽ തീരുന്നതല്ലല്ലോ നമ്മുടെ ആഘോഷങ്ങളൊക്കെയും. തൃശൂർ കുന്നംകുളത്തിന്റെ മണ്ണിൽ ഓണക്കാലത്തിന്റെ വീറും വാശിയും പകർന്നു നൽകാൻ പരമ്പരാഗത ആയോധന കലയായ കയ്യാങ്കളി എന്ന ഓണത്തല്ല് വീണ്ടും അരങ്ങേറുന്നു. 12 വയസ്സുള്ള കുട്ടികൾ മുതൽ 80 വയസ്സ് പിന്നിട്ട കാരണവന്മാർ വരെയാണ് കയ്യാങ്കളിക്കായി ആവേശത്തോടെ കളത്തിലിറങ്ങുന്നത്. വടക്കേച്ചേരിയും തെക്കേച്ചേരിയും പരസ്പരം വെല്ലുവിളിച്ചാണ് തല്ലു തുടങ്ങിയത്. ഷഹബാസ് അഹമ്മദ് തത്സമയം ചേരുന്നു. ഷഹബാസ്, അവിടെ തല്ലാണോ? എന്താണ് ഇപ്പൊ അവിടെ നടക്കുന്നത്? ഓണം അങ്ങ് തീരുന്നില്ല അല്ലേ? റോഷ്നി, ഇവിടുത്തെ ഈ തല്ലിന്റെ വീറും വാശിയും കാണുമ്പോൾ ഇറങ്ങി തല്ലാനൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ ഇറങ്ങിയാൽ ശരിയാവില്ല, തിരിച്ചു കിട്ടും. അതുകൊണ്ട് തൽക്കാലം ഇവിടെ നിന്ന് കാണുന്നത് മാത്രമുള്ളൂ. എന്തായാലും വളരെ ആവേശത്തോടു കൂടിയുള്ള ഒരു ഓണത്തല്ലാണ് കുന്നംകുളത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. തെക്കേച്ചേരിയും വടക്കേച്ചേരിയും പരസ്പരം ഇരു വിഭാഗങ്ങളായി ചേർന്നുകൊണ്ട് ആദ്യം വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ ഒരു തല്ല് തുടങ്ങിയത്. ഇപ്പൊ നമ്മൾ ഈ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് അവർക്ക് തല്ലാനുള്ള ജോഡികളെ തിരഞ്ഞെടുക്കുകയാണ്. വടക്കേച്ചേരിയും തെക്കേച്ചേരിയും പരസ്പരം ഇരുവശങ്ങളിലിരുന്ന് അവർക്ക് തല്ലാനുള്ള ജോഡികളെ കൃത്യമായി അവർക്ക് വേണ്ട ആളുകളെ തിരഞ്ഞെടുക്കുകയാണ്. അതാണ് ഇപ്പോൾ കാണുന്നത്. അല്പസമയം തന്നെ അടുത്ത തല്ലിപ്പോൾ ഇവിടെ തുടങ്ങും. അങ്ങനെ വെല്ലുവിളിച്ച് ഹയ്യത്തട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആളുകളൊക്കെ ഗോതയിലേക്ക് ഇറങ്ങുക. അങ്ങനെ ഗോതയിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ തല്ലാണ്. തല്ല് ആവേശത്തോടു കൂടിയുള്ള തല്ലാണ്, വീറും വാശിയും നിറഞ്ഞ തല്ലാണ്. ഈ കാണികൾ ചുറ്റും കൂടിയവർ കൂടിയാകുമ്പോൾ ആ തല്ലിന്റെ ഒരു ആവേശം കൂടുന്നുണ്ട്. ഒപ്പം തന്നെ നല്ല അടിപൊളി കമന്ററിയും ഉണ്ട്. ആ കമന്ററിയാണ് ഈ ഒരു കുന്നംകുളം ഓണത്തല്ലിന്റെ ആവേശം എന്ന് പറയുന്നത്. പണ്ട് നാട്ടുരാജാക്കന്മാരുടെ കാലത്ത് തുടങ്ങിയ ഒരു തല്ലാണ്. ഓണക്കാലത്ത് ഭക്ഷണം കഴിഞ്ഞ ശേഷം അടുത്ത പടനായകൻ ആരാകണമെന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു തല്ല് വളരെ കാലം മുമ്പ് തുടങ്ങിയത്. അങ്ങനെ പതിറ്റാണ്ടുകളായും ആ ഒരു ആചാരം ഇങ്ങനെ തുടർന്ന് വരുന്നു, ഒരു ആയോധന കല ഇങ്ങനെ തുടർന്ന് വരുന്നു. ഈ കളരിയിൽ നിന്നടക്കമുള്ള ചില സ്റ്റെപ്പുകളൊക്കെ എടുത്തുകൊണ്ടാണ് ഈ ഒരു കുന്നംകുളം ഓണത്തല്ല് ഇവിടെ അരങ്ങേറുന്നത്. തല്ല് കാണാൻ നിരവധി ആളുകളാണ് എത്തിയിരിക്കുന്നത്. ഇതിപ്പോൾ ആവേശത്തോടു കൂടിയുള്ള അടുത്തൊരു തല്ലിനുള്ള കളം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഗോതയിലേക്ക് വടക്കേച്ചേരിയിൽ നിന്നും തെക്കേച്ചേരിയിൽ നിന്നും ഓരോ ആളുകൾ വീതം ഉടനിപ്പോൾ ഇറങ്ങും. നമുക്ക് ഒരു പ്രത്യേക വേഷം ധരിച്ച ആളുകളെ കാണാം. അവരാണ് ഇതിന്റെ റഫറിമാരെന്ന് പറയുന്നത്. അവർ ചില പ്രത്യേക പേരുകൾക്ക് ചായ്ക്കാരന്മാരെന്ന് വിളിക്കുന്നതോ അവരാണ് ഈ ഒരു തല്ല് നിയന്ത്രിക്കുന്നത്. കൃത്യമായി തല്ല് മൂർച്ഛിച്ച് അല്ലെങ്കിൽ തല്ല് കൂടുതൽ വഷളാകുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർ ഇടപെടും. അവർ ഇരു ടീമുകളെയും പിടിച്ചു നിർത്തും. 2 ആശാന്മാരെ കാണാം. നമുക്ക് ആ റഫറിയോട് സംസാരിക്കുന്നതാണ് ഒരു ടീമിന്റെ ആശാൻ. അങ്ങനെ മറ്റു ടീം 2 ആശാന്മാരുണ്ട്. അവരാണ് അവരുടെ ശിഷ്യന്മാരാണ് ഇങ്ങനെ ഈ മത്സരത്തിന് ഇറങ്ങിയിരിക്കുന്നത്. തല്ല് കാണാമെന്ന ആളുകളുണ്ട്. ചേട്ടാ, കളത്തിലൊക്കെ ഇറങ്ങിണ്ടോ മുമ്പ്? ഇല്ല, ഇറങ്ങിയിട്ടില്ല. കാണല് മാത്രമേ ഉള്ളൂ? കാണുന്നു മാത്രമേ ഉള്ളൂ. കാണുമ്പോ ഇറങ്ങി തല്ലാൻ തോന്നുന്നില്ലേ? പിന്നെന്താ, ഇറങ്ങിയിട്ട് തല്ലാൻ രണ്ടങ്ങ് കൊടുക്കണമെന്നുണ്ട്. കൊടുക്കണം, അങ്ങനെ കൊടുക്കാനേ തോന്നുന്നു. ഈ ചേട്ടനാണ് തല്ല് പോരാ, അല്ലെങ്കിൽ അടിച്ചത് ശരിയായില്ല, അങ്ങനെ അടിക്കായിരുന്നു ഇങ്ങനെ അടിക്കായിരുന്നു ഒക്കെ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചേട്ടനാ. ചേട്ടാ, എത്ര കാലമായി കാണാൻ തുടങ്ങിയിട്ട്? ഇറങ്ങിയിട്ടുണ്ടോ? കാണാൻ മാത്രമേ വരാറുള്ളൂ. ഇതുവരെ ഇറങ്ങണം തോന്നിയിട്ടില്ല? തോന്നിയിട്ടൊക്കെ ഉണ്ട്. തോന്നിയിട്ടുണ്ട്. ഇതാ ഗോതയുടെ എങ്ങനെ ഈ വര എത്തും അല്ലേ? അതിനപ്പുറത്തേക്ക് പോവില്ല. ഇല്ല. എന്താണ് അടിപൊളിയല്ലേ തല്ല്? ആദ്യമായിട്ടാണ്. ഇവിടെ സ്ഥലം എവിടെ? എന്റെ വീട് ചിറ്റലപ്പള്ളി. ഇത് കാണാൻ വേണ്ടി വന്നാണോ? കാണാൻ വേണ്ടി വന്നതല്ല, വേറെ കാര്യത്തിലുണ്ട്. ചിറ്റലപ്പള്ളിയിൽ ഇതുപോലത്തെ തല്ലുണ്ടോ? കുന്നംകുളത്ത് മാത്രമേ. അതാണ് റോഷി, ഇത് കുന്നംകുളത്ത് മാത്രമുള്ള തല്ലാണ്. ഇതിപ്പോ ഈ തെക്കേച്ചേരിയുടെയും വടക്കേച്ചേരിയും ആളുകൾ കാരണവന്മാരുടെ അനുഗ്രഹം വാങ്ങി, കാണികളുടെ അനുഗ്രഹം വാങ്ങി, അങ്ങനെ ഈ റഫറിമാരുടെയും ഒപ്പം തന്നെ 2 ടീമുകളുടെയും പ്രതിനിധികളുടെയും ഒക്കെ അനുഗ്രഹം വാങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. ഈ അനുഗ്രഹം വാങ്ങിയ ശേഷമാണ് ഗോതയിലെ യഥാർത്ഥ പോരാട്ടം തുടങ്ങുക. വീറും വാശിയും തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ഇപ്പോൾ പരസ്പരം ഇവർ കൈ കൊടുക്കും. കൈ കൊടുത്ത ശേഷം പിന്നീട് അങ്ങോട്ട് വലിയ ആവേശമാണ്. ഇരു ചേരികളിൽ നിന്നും വലിയ ആവേശത്തോടു കൂടിയുള്ള ആർപ്പ് വിളികൾ വരും. കാണികളുടെ ഭാഗത്തു നിന്ന് വലിയ ആവേശം ഉയരും. അങ്ങനെ ഒരു തല്ലിലേക്ക് കടക്കും. ഇത് ആ തല്ലിന് മുന്നോടിയായിട്ടുള്ള ആ ഒരുക്കങ്ങളാണ്. ഇതാണ് ഇതിന്റെ ഒരു ബിൽഡപ്പ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരുക്കം, ഈ കൈ ഉയർത്തി കണ്ട് ഇരു ടീമുകളുടെയും 2 പരസ്പര എതിരാളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അവർ ആ തല്ലിനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തല്ലും തോന്നും. പക്ഷേ കൈ പിടിച്ച ശേഷം മാത്രമേ അവർ തല്ല് തുടങ്ങുകയുള്ളൂ. റഫറിമാർ തയ്യാറായി നിൽക്കുന്നുണ്ട്. അങ്ങനെ കുന്നംകുളം ഓണത്തിന്റെ ആവേശകരമായ ഒരു പോരാട്ടം അടുത്ത പോരാട്ടത്തിലേക്ക് കടക്കുകയാണ്. 2 ശിഷ്യന്മാരുടെയും
രണ്ട് ആശാന്മാരുടെയും ശിഷ്യന്മാർ തമ്മിൽ ഇതാ കൈ കൊടുത്തു. ഇനി ഇതാ തല്ല് തുടങ്ങിയിരിക്കുകയാണ്. ഇതാണ് ആവേശത്തോടു കൂടിയുള്ള തല്ല്. ചിലപ്പോൾ നമുക്ക് ആ തല്ല് കാണുമ്പോൾ ഇറങ്ങി തല്ലണം തോന്നും, പക്ഷെ ഒരിക്കലും വരുത്. അവർ കൃത്യമായി ആയോധന കലകളൊക്കെ പരിശീലിച്ച ആളുകളാണ്. കളരി അടക്കം പരിശീലിക്കുന്ന ആശാന്മാരുടെ ഒക്കെ ശിഷ്യന്മാരാണ്, കളരി പഠിക്കുന്നവരാണ്, പരിശീലിപ്പിക്കുന്നവരാണ്. അത്തരത്തിൽ ആവേശത്തോടു കൂടിയുള്ള ആ ഒരു തല്ലിതാ തുടങ്ങിക്കഴിഞ്ഞു. ആവേശത്തോടു കൂടിയുള്ള തല്ലാണിതാ. ഇങ്ങനെയാണ് ഈ ഓണത്തല്ല് നടക്കുക. തല്ല് കൂടുതൽ വഷളാവുന്നെന്ന് കാണുമ്പോൾ റഫറിമാർ പിടിക്കും. അതിനുശേഷം അവർ കൈ കൊടുത്ത് പിരിയുകയാണ് ചെയ്യുക. അതായത് അടുത്ത വർഷം കാണാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഓരോ തവണയും കൈ കൊടുത്ത് പിരിയുക. കൊള്ളാം, നല്ല കാഴ്ച. എന്തായാലും അടി നടക്കുകയാണ് അവിടെ. ആർക്കും പരിക്കുകളൊന്നും ഇല്ലാതെ ഇരിക്കട്ടെ. വർഷത്തിൽ ഒരിക്കൽ മാത്രം കാണാൻ കഴിയുന്ന ഒരു കാഴ്ച, അത് ഒരു പാരമ്പര്യ ചടങ്ങുകളുടെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഓണത്തല്ലാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അവർ തല്ലി തീർക്കട്ടെ. നമുക്ക് എന്തായാലും ആഘോഷങ്ങൾ തീരുന്നേയില്ല.